ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള പഴയ PVC പൈപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള വാൾ ലാമ്പുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരു പഴയ PVC പൈപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ട സൈസിലുള്ളത് നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 13 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു 13 ഇഞ്ച് വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതായത് രണ്ട് സൈഡ് നമുക്ക് കറക്റ്റായിട്ട് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കണം. ഒരു സൈഡിലേക്ക് ചെരിവോ അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആക്സം ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ എത്ര ശ്രദ്ധിച്ച് കട്ട് ചെയ്താലും ചെറിയ എന്തെങ്കിലും ഒരു വളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരസിയിട്ട് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സെല്ലോ ടാപ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചിറ്റിയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി കറക്റ്റായിട്ട് കിട്ടും. എഡ്ജ് വളവില്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ 13 ഇഞ്ചിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരതിയിട്ട് കറക്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും നല്ല രീതിയിൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ PVC പൈപ്പിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ എടുക്കാം. നമ്മൾ ഇതിൻ്റെ പകുതി സൈഡിലാണ് നമ്മൾ ഗ്രില്ല് പോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതുപോലെ ഇതിൻ്റെ സെൻറ്റർ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലും നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ PVC പൈപ്പിൻ്റെ പകുതി ഭാഗം നമ്മൾ മാർക്ക് ചെയ്തു. അതായത് നമ്മൾ പകുതി ഭാഗത്താണ് നമ്മൾ ഇതുപോലെ കള്ളി പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മുകളിൽ കുറച്ച് സ്ഥലം നമ്മൾ സ്പേസ് വിടണം. ഒരു 3 ഇഞ്ച് 4 ഇഞ്ചോളം നമ്മൾ സ്പേസ് വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്താണ് നമ്മൾ ഇതുപോലെ കള്ളി പോലെ ഗ്രില്ല് പോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ PVC പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ വിട്ടതിന് ശേഷം നമുക്കൊരു 1.5 സെൻറ്റിമീറ്ററിലുള്ള 9 കോളങ്ങളോ അല്ലെങ്കിൽ 10 ഇതുപോലത്തെ ഒരു കള്ളികളോ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു A4 പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ PVC പൈപ്പിലേക്ക് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുകളിൽ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ താഴെ വരെ 1.5 സെൻറ്റിമീറ്റർ വിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ കർവായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ രണ്ട് സൈഡിലും ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലവും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി വരെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ 1 ഇടവിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. നമുക്കിവിടെ 1.5 സെൻറ്റിമീറ്റർ മാത്രമുള്ള ഗ്യാപ്പുകളാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല നമുക്കിതെല്ലാം ഏകദേശം ഒരേ വലുപ്പമായിട്ട് കിട്ടും വേണം. അപ്പോൾ നമ്മളിപ്പോൾ അധികം സമയം എടുത്തിട്ട് ആകും പോലെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് ഈ പൊന്തി നിൽക്കുന്നതെല്ലാം ഒന്ന് ഉരച്ച് കളയാം. അതിനുശേഷം നമുക്ക് ഇതിൽ 1 ഇടവിട്ടുള്ളത് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ഒന്നുമില്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇതുപോലെ സോൾഡറിങ് അയണോ അതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് അതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ 1 ഇടവിട്ടെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ എഡ്ജൊക്കെ കുറച്ച് ഷാർപ്പായിട്ട് കുറച്ച് റഫായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉരതിയിട്ട് അതെല്ലാം ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കാം.
അപ്പോൾ ഇനി നമ്മളിതുപോലത്തെ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് നമ്മുടെ PVC പൈപ്പ് അതിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് 2 റൗണ്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള PVC പൈപ്പിൻ്റെ കഷ്ണങ്ങളിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു 3 കഷ്ണങ്ങൾ നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള PVC പൈപ്പിൻ്റെ മുകളിൽ നമ്മളൊരു 4 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ ഇട്ടിരുന്നു. അവിടെ നമ്മൾ ഉള്ളിലായിട്ട് ഒരു 1.5 ഇഞ്ച് നമ്മൾ ഉള്ളിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്തുള്ള ഈ ചെറിയ PVC പൈപ്പിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് ബൾബ് തൂക്കിയിടാനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പറിൻ്റെ കഷ്ണം അതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ച് വെക്കണം. ഇനി നമുക്കിത് ചുമരിൽ തൂക്കി വെക്കാനായിട്ട് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു പൈപ്പിൻ്റെ ഒരു 5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്ത പൈപ്പിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതിൻ്റെ പകുതി സൈഡ് മാത്രം മതി. ഇനി നമുക്കിത് ചുമരിൽ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പകുതി ഭാഗം നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം, ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ഈ പകുതി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഒഴിവാക്കിയ പകുതി നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുത്തതാണ്. അതന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച സംഭവം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കുക. അതിനുശേഷം ആ പീസ് നമ്മൾ ഇതുപോലെ ഇവിടെ ഒട്ടിച്ച് വെക്കുക. 2 ഹോൾ ഇട്ട് വെക്കണം. നമുക്കൊന്ന് വയർ ഇതിൻ്റെ അകത്തേക്ക് കടത്തി വിടാനും അതുപോലെ തന്നെ ഒന്ന് നമുക്ക് ആണിയിൽ കൊളുത്തിടാനും വേണ്ടിയിട്ടുള്ള 2 ഹോളും നമ്മൾ ഇട്ട് വെക്കുക. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കറുപ്പ് സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്തത്. നമുക്ക് സാധാ പെയിൻറ്റ് യൂസ് ചെയ്യാനും പ്രശ്നമൊന്നുമില്ല, അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നു മാത്രം. അപ്പോൾ നമ്മുടെ പെയിൻറ്റുകൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഫയൽ, നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇട്ട് വെക്കുന്ന ഫയലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വൈറ്റ് കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ഇതിനകത്ത് ഒട്ടിക്കാം. അതിനനുസരിച്ചിരിക്കും നമ്മുടെ ലൈറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് കറക്റ്റ് സൈസിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇളകിപ്പോരാത്ത രീതിയിൽ നമ്മൾ എല്ലാ സ്ഥലത്തും പശാക്കിയിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇളകിപ്പോരാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാൾ ലാമ്പിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതിനകത്തൊന്ന് ബൾബ് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊരു വയർ എടുത്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ നേരത്തെ ഒരു ഹോൾ ഇട്ടിരുന്നു. ആ ഹോളിനകത്ത് കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു ബൾബ് ഹോൾഡർ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു ബൾബ് സെറ്റ് ചെയ്യണം. നമ്മൾ സാധാ ഒരു LED ബൾബാണ് എടുത്തുള്ളത്. ബൾബ് ഇട്ടതിന് ശേഷം വയർ നമ്മൾ മുകളിലേക്ക് വലിക്കുക. മുകളിലേക്ക് വലിച്ചിട്ട് നമ്മൾ ആ ഹോളിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് വയറൊന്ന് കെട്ടി വെച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ നമ്മുടെ ബൾബ് താഴത്തേക്ക് ചാടാതെ അവിടെ സെറ്റായിട്ട് നിന്നോളും. കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ സൈഡിൽ വയർ പുറത്തേക്ക് ഇടാനായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിനകത്ത് കൂടി വയർ പുറത്തേക്ക് ഇടുക. വയർ പുറത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മളിതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യാനായിട്ട് ഈ പൈപ്പിൻ്റെ തന്നെ നമ്മളൊരു ഷീറ്റാക്കി എടുത്തിട്ട് അത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതവിടെ ഫ്ലക്സ് ക്വിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാൾ ലാമ്പിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വാൾ ലാമ്പ് കിടുവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ രാത്രി കാഴ്ച കൂടി ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.